ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കോളിഫ്ലവർ കറിയാണ് തയ്യാറാക്കാനായി പോകുന്നത്. വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന അതിലേറെ ടേസ്റ്റിയുമായിട്ടുള്ള ഈ കോളിഫ്ലവർ കറി അപ്പത്തിൻ്റെ കൂടെയോ പൂരിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ നമ്മുടെ സാധാരണ ചോറിൻ്റെ കൂടെ വരെ നമുക്ക് കഴിക്കാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റിലുള്ള ഈ കോളിഫ്ലവർ കറിയിലേക്ക് പോകുന്നതിന് മുന്നേ ഇപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക്, ഷെയർ, കമന്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ കറി, അതിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മീഡിയം സൈസുള്ള ഒരു കോളിഫ്ലവർ കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവിച്ചെടുത്തതാണിത്. സവാള വലുത് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ, തക്കാളി മീഡിയം സൈസുള്ള 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, മല്ലിയില ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 2 എണ്ണം നെടുകെ കീറിയത്. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി, അതായത് സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതൊന്ന് നന്നായി വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മൂട്ട് ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോൾ മസാലകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ എന്നിവ ചേർത്ത് പച്ചമണം മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതൊന്ന് നന്നായി വഴണ്ട് വരുമ്പോൾ 2 പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് ചെറിയ ചൂടുവെള്ളം അതാണ് ഒഴിക്കേണ്ടത്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവിച്ചെടുത്ത കോളിഫ്ലവറിനെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന സമയത്ത് ഗരം മസാല 1 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ ബട്ടർ കൂടി ആഡ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതിയാവും. ഞാനൊരു കറിയുടെ ടേസ്റ്റിന് വേണ്ടി ഇതൊന്ന് ചേർക്കുന്നു എന്നേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റിലുള്ള കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ കറി കൂടിയാണ് ഇത്. നമ്മുടെ ഈ കോളിഫ്ലവർ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാനും മറക്കരുത്. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.